ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചലച്ചിത്ര അക്കാദമി കുട്ടികൾക്ക് നൽകിയത് ഭീതിതമായ വീഡിയോ. ചലച്ചിത്ര ക്യാമ്പിൽ പങ്കെടുക്കാനായാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ലോക പ്രശസ്ത സംവിധായകന്റെ ഷോർട്ട് ഫിലിമാണ് നൽകിയത് എന്നാണ് അക്കാദമിയുടെ വിശദീകരണം. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ഉണ്ട്. സൂര്യ, ലോക പ്രശസ്തനായ സംവിധായകന്റെ ഷോർട്ട് ഫിലിമാണ് ഈ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചലച്ചിത്ര അക്കാദമി കുട്ടികൾക്ക് നൽകിയത്. ഇതിൽ എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? വൃന്ദ, മാർട്ടിൻ സ്കോർസെസയുടെ 1967 പുറത്തിറങ്ങിയ ദി ബിഗ് ഷേവ് ലോക പ്രശസ്തമായ ഹ്രസ്വചിത്രമാണ്. 6 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണ്. അതിന്റെ 3 മിനിറ്റ് വരുന്ന ഭാഗം അത് വലിയ രീതിയിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ആ ഭാഗമാണ് കുട്ടികൾക്കായിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നൽകിയിരിക്കുന്നത്. 2, 3, 4, 5 തീയതികളിലായിട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ടൊരു ചലച്ചിത്ര ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ശിശുക്ഷേമ സമിതിയും അതുപോലെ തന്നെ കേരള ചലച്ചിത്ര അക്കാദമിയും ചേർന്നിട്ടാണ് ഈ ചലച്ചിത്ര ആസ്വാദന ശില്പശാല സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. അതിൽ 70 കുട്ടികൾക്ക് ഈ 8, 9, 10 തരത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയും. ആ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മത്സരം എന്ന രീതിക്കാണ് ഈ ആസ്വാദനക്കുറിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചലച്ചിത്രത്തിന്റെ 6 മിനിറ്റ് ദൈർഘ്യമുള്ള ചലച്ചിത്രത്തിന്റെ ഈ നൽകിയ 3 മിനിറ്റ് ഭാഗം അത് വിശദമായി കണ്ടതിന് ശേഷം പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഭാഗമാണ്. അത് കൃത്യമായിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതി എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്, പരസ്യം വന്നിട്ടുണ്ടായിരുന്നത്, അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഈ ഭാഗം കണ്ടതിന് ശേഷം ആസ്വാദനക്കുറിപ്പ് എഴുതി നൽകുന്ന അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 70 കുട്ടികൾക്ക് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ കഴിയും. ഇതാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുതിർന്നവർക്ക് പോലും കണ്ടാൽ ഭയം തോന്നുന്ന ഒരു ഭാഗമാണ് ആസ്വാദനക്കുറിപ്പ് കുട്ടികൾക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്. അത് താൻ അറിഞ്ഞിരുന്നില്ല ഈ ഒരു ചലച്ചിത്ര ഭാഗമാണ് നൽകിയത് എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നൽകിയ ഒരു വിശദീകരണം. ഇത് കണ്ടതിന് ശേഷം അദ്ദേഹം ഉടനടി തന്നെ വിഷയത്തിൽ ഇടപെടുകയും ആ ഭാഗം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ഈ അറിയിപ്പ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് മാറ്റി മറ്റ് ബൈസിക്കിൾ തീവ്സ് പോലെയുള്ള സിനിമയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാർക്കോ ചലച്ചിത്രമൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. കുട്ടികളെ എത്തരത്തിലാണ് സിനിമയിലെ അക്രമം ബാധിക്കുന്നത്, അത് അവർക്കത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ നൽകുമെന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെ അത്തരത്തിൽ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ അത് സിനിമയിൽ ഉൾപ്പെടുത്താൻ പാടില്ല, അത്തരത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് കുട്ടികളെ സാരമായിട്ട് ബാധിക്കും, അത് അനുകരിക്കാൻ കുട്ടികൾ ശ്രമിക്കുമെന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തി അദ്ദേഹം തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ചലച്ചിത്ര അക്കാദമി തന്നെ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ കുട്ടികൾക്ക് ആസ്വാദനം തയ്യാറാക്കാൻ, പ്രത്യേകിച്ച് 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ദി ബിഗ് ഷേവ് എന്ന സിനിമയിലെ ഭയം ജനിപ്പിക്കുന്ന ഈ ഒരു ഭാഗം നൽകിയെന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ആ ഭാഗം മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ചെയർമാൻ ചലച്ചിത്ര അക്കാദമി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൃന്ദ.